ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. സുനിൽകുമാർ നല്ലൊരു മന്ത്രിയായിരുന്നു, നല്ല ഭരണം കഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. സാധ്യത ആൾക്കാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ നിൽക്കുന്നത് ഈക്വൽ പൊസിഷനിലാണ് നിൽക്കണേ. 3 പേര് തുല്യമായിട്ടാണ് നിൽക്കണേ ഇപ്പോഴത്തെ എൻ്റെ വീക്ഷണത്തിലായിട്ടാ. പലർക്കും പല വീക്ഷണമായിരിക്കുമല്ലോ. അതായത് ഇവിടെ 2 സർക്കാരുകളും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനദ്രോഹ നയങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കേന്ദ്രത്തിലൊരു ഭരണമാറ്റം വേണം. സാധ്യതയില്ല എന്നല്ല, നമുക്ക് സുരേഷ് ഗോപി വന്നാൽ നല്ലൊരു മാറ്റം തൃശ്ശൂരിനുണ്ടാവും. പിന്നെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞ ഇവർ ജനങ്ങളെ ശരിക്കും പറ്റിക്കുകയാണ്. ഇപ്പോഴത്തെ അടുത്ത വർഷം ഗവൺമെന്റ് കോൺഗ്രസ് കൂടിയിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. അടുത്താണ് തൃശ്ശൂർ ആരെടുക്കുന്നതാണ് ചേട്ടൻ്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ? അഭിപ്രായമൊന്നുമില്ല. കഴിഞ്ഞ അഭിപ്രായമില്ല. ആരെടുക്കുന്ന ആഗ്രഹം ഇല്ല. അഭിപ്രായമൊന്നുമില്ല. ആരെടുത്താലും കുഴപ്പമില്ല. രാഷ്ട്രീയമായിട്ട് ഇത്തിരി ബന്ധം കുറവാണ്. അപ്പം കാരണം കണക്കൂട്ടലൊന്നും അറിയില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ആരെടുക്കും പ്രാവശ്യം? തൃശ്ശൂർ ഒന്നും പറയാൻ പറ്റില്ല. കാരണം 3 പേരും ശക്തമായ നേതാക്കന്മാർ തന്നെയാണ്. സുനിൽകുമാർ സാറും സുരേഷ് സാറും മുരളീധരൻ്റെ മോൻ. അടുത്ത മത്സരം തന്നെയാവും. കടുത്ത മത്സരമാണ് തീർച്ചയായിട്ടും. എന്നാലും ചേട്ടനൊരു ആഗ്രഹം ഉണ്ടാവില്ല, ആര് ജയിച്ചാൽ ആഗ്രഹം. സുനിൽകുമാർ നല്ലൊരു മന്ത്രിയായിരുന്നു, നല്ല ഭരണം കഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. സാധ്യത ആൾക്കാണ് നിൽക്കുന്നത്. പക്ഷേ സുരേഷ് സാർ നല്ല വ്യക്തിയാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. മത്സരം കണ്ടാൽ രണ്ടുപേരും. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ടൈറ്റ് മത്സരമായിരിക്കും തൃശ്ശൂർ. തീർച്ചയായിട്ടും 3 സ്ഥാനത്തിലും ശക്തമായ സ്ഥാനത്തുകൾ തന്നെയാണ്. സുനിൽകുമാർ സാർ ജയിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ട്. അഭിപ്രായം നല്ല വ്യക്തികളാണ്, നല്ല വ്യക്തികൾ വരട്ടെ. ഇപ്പോൾ സുരേഷ് ബാർ ജയിച്ചാലും ചിലപ്പോൾ കേന്ദ്രമന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അത് നല്ല ഭരണം കാഴ്ച വയ്ക്കും. നല്ലത് വരട്ടെ, അതൊക്കെ പറയുള്ളൂ. നമുക്ക് പ്രവചിക്കൊന്നും പറ്റില്ലല്ലോ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആര് തൃശ്ശൂർ ജില്ല ഇപ്രാവശ്യം എടുക്കും? തൃശ്ശൂർ ജില്ല എടുക്കുക സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും. അപ്പോൾ നാട്ടുകാർക്കും ഗുണമുണ്ടാവും. മറ്റേതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ പോയിട്ട് ഇവർക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ജയിച്ചാലും. തൃശ്ശൂർ ആരെടുക്കും? നമ്മുടെ സുനിൽകുമാർ എടുക്കും. അതെന്താ എത്ര ഉറപ്പ് പറയുന്നത്? ആള് നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. ഈ സുരേഷ് ഗോപി ഒക്കെ ഉള്ള കാരണം സുനിൽകുമാറിന് എന്തെങ്കിലും ജയസാധ്യത കുറവുണ്ടോ? അത് അറിയില്ലേ കറക്റ്റ്. സുനിൽകുമാർ ജയിക്കുന്നതാണ് ആഗ്രഹം. തെരഞ്ഞെടുപ്പ് ആരെ ജയിക്കുന്നത് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ നിൽക്കുന്നത് ഈക്വൽ പൊസിഷനിലാണ് നിൽക്കണേ. 3 പേര് തുല്യമായിട്ടാണ് നിൽക്കണേ ഇപ്പോഴത്തെ എൻ്റെ വീക്ഷണത്തിലായിട്ടാ. പലർക്കും പല വീക്ഷണമായിരിക്കുമല്ലോ. അതാണ്. അപ്പം എൻ്റെ വീക്ഷണത്തിൽ ഈക്വൽ പൊസിഷനിലാണ് നിൽക്കണേ മൊത്തത്തിൽ. 3 പേരിൽ ഇപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞാൽ കേട്ട എൻ്റെ വർത്തമാനത്തിലെ ആൾക്കാർ മനസ്സിലാക്കണത് സുരേഷ് ഗോപിക്ക് ഇത്തിരി മെജോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഉറപ്പിക്കുന്നില്ല. അത്രേ ഉള്ളൂ. സാധ്യതയുണ്ട്. നിസ്സാര വളരെ കുറച്ച് വോട്ടിനെ ജയിക്കുള്ളൂ. ആരായാലും ജയിക്കുന്നവർ. ഇപ്പോൾ മുരളീധരന് തീരെ സാധ്യത കുറവാണെന്നാണ് മൊത്തത്തിൽ ഇവിടെയൊക്കെ ആൾക്കാർ പറയണേ. പക്ഷെ അതെങ്ങനെയാണ് വോട്ട് ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അതാണല്ലോ. അതാണ്. സുനിൽകുമാർ നല്ലൊരു കാൻഡിഡേറ്റാണ്, നല്ലതാണ്. അദ്ദേഹം പല ഇതിലും ഉണ്ടാണ്. പക്ഷേ ഇവിടുത്തെ ഈ ചാഞ്ചാട്ടം കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയും ഇന്ന് പറയും. പറയാൻ പറ്റില്ല. നല്ലൊരു ഏറ്റവും കൂടുതലുള്ളൊരു മത്സരം തൃശ്ശൂർ ജില്ലയിലാണ്. കെ മുരളീധരൻ, അതിലൊരു സംശയമില്ലല്ലോ. അതായത് ഇവിടെ 2 സർക്കാരുകളും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനദ്രോഹ നയങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കേന്ദ്രത്തിലൊരു ഭരണമാറ്റം വേണം. അതല്ലേ, പ്രത്യേകിച്ച് ഇവിടെ ഒരു മതത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് BJP പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ അല്ലെങ്കിൽ മതേതരത്വ രാജ്യത്തിൽ ഒരിക്കലും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്ന BJPയെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തും. കാരണം നമുക്കറിയാം ഇവിടെ മതന്യൂനപക്ഷങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് അവിടെ ഭൂരിപക്ഷത്തെ കൂടെ നിർത്താനായിട്ട് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ എന്തായാലും കോൺഗ്രസിനോടൊപ്പമാണ്, UDFനൊപ്പമാണ്. ഇവിടെ തീർച്ചയായിട്ടും ഒരു മതേതരത്വ പാർട്ടി തന്നെ ഇവിടെ അധികാരത്തിലെത്തും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുകയും ചെയ്യും.
കേരളത്തിൽ 20 സീറ്റും UDF കിട്ടുമെന്നുള്ളതാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും കേരളത്തിൽ മറ്റ് കേരളത്തിലെ ജനങ്ങളൊന്നും മറച്ച് ചിന്തിക്കേണ്ട സാഹചര്യമില്ല. കാരണം ഇവിടെ ഒന്നാമത് കേന്ദ്രത്തിലെ ഭരണം മാറ്റത്തിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഈ ഇലക്ഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ ഭരണം നമുക്കറിയാവുന്നതാണ് അല്ലേ. പെൻഷനൊക്കെ 7 മാസമായിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ കറണ്ട് ചാർജ് കൂടുന്നു, വെള്ളം ചാർജ് കൂടുന്നു. ഒന്നിനും സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയാണ്. ഇപ്പോൾ പിണറായി വിജയനായാലും ഈ പറയുന്ന രീതിയിൽ അല്ലേ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്ന എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരെ ED ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തന്ത്രപാടിലാണ്. പക്ഷേ ഇവിടെ പിണറായിക്ക് മാത്രം അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എത്തരത്തിലും ഇവിടെ കേരളത്തിൽ പിണറായി വിജയനും അല്ലെങ്കിൽ CPM-നും CPI-ക്കും ഒക്കെ ചെയ്യുന്ന ഓരോ വോട്ടും അത് BJP-ക്ക് വന്നു ചേരുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങൾ ബോധമുള്ള ജനങ്ങൾ ഒരിക്കൽ പോലും ഇവിടെ ഒരു CPM-നെ അധികാരത്തിലെത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ചേട്ടാ ഇത്തവണ തൃശ്ശൂർ ആരെടുക്കുമെന്നാണ് ചേട്ടൻ്റെ ഒരു പ്രതീക്ഷ? സുരേഷ് ഗോപി എടുക്കും. സുരേഷ് ഗോപി എടുക്കുന്നത് പറയാൻ കാരണം ബാക്കി ആരും നിന്നിട്ട് കാര്യമില്ല. സുരേഷ് ഗോപി ജയിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ പ്രതാപൻ ജയിച്ചു പോയിട്ട് ഇപ്പൊ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒരു മാറ്റം വേണം. സുരേഷ് ഗോപി തന്നെ വരണം. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത്? സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. ഈ മറ്റു ഒരു സ്ഥാനാർത്ഥിക്ക് ഇവിടെ ഒരു സാധ്യത ഇല്ലാന്നാണോ പറയണത്? VS സുനിൽകുമാർ നിൽക്കുന്നുണ്ട്, K മുരളീധരൻ നിൽക്കുന്നുണ്ട്. ഇവർക്കൊരു സാധ്യത ഇവിടെ കാണാനില്ല. സാധ്യതയില്ല എന്നല്ല, നമുക്ക് സുരേഷ് ഗോപി വന്നാൽ നല്ലൊരു മാറ്റം തൃശ്ശൂരിനുണ്ടാവും. അപ്പൊ അത് ഒരു മാറ്റം വേണം. ചേട്ടൻ്റെ അഭിപ്രായത്തില് തൃശ്ശൂർ ആരെടുക്കും പ്രാവശ്യം? ഓർമ്മയില്ല. അറിയാതെ ചോദിച്ച ഫോട്ടോ എൻ്റെ പേര് ശരിക്കും കിട്ടിയില്ല, അതാ പറഞ്ഞു. പേര് സുനിൽകുമാർ. LDF-ന് സുനിൽകുമാർ ജയിക്കും. എൻ്റെ ഉദ്ദേശം കേട്ടോ. ചേട്ടൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് പറയുന്നതാണോ സുനിൽകുമാർ നല്ല? അങ്ങനെയും കുടിക്കും. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ആൾ തന്നെയാണ്. സുനിൽകുമാർ ജയിക്കുന്നതാണ്. BJP സുരേഷ് ഗോപി ഒന്നും ജയിക്കില്ല. ജയിച്ചാൽ ജയിച്ചോട്ടെ, നമുക്ക് അതിനൊന്നും എതിരൊന്നുമില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു ജയിക്കുന്നവർ ജയിച്ചോട്ടെ, ആര് ജയിച്ചാലും നമുക്ക് കണക്കാം. പക്ഷെ എൻ്റെ ഉദ്ദേശത്തിൽ ഇങ്ങോട്ട് ജയിക്കണം എന്നുള്ളതാണ്. ചേട്ടൻ ഇപ്രാവശ്യം തൃശ്ശൂർ ആരെടുക്കുമെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? K മുരളീധരൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കേന്ദ്രഭരണത്തിനെതിരെയുള്ള ഒരു ഇതാണ് വരുന്നത്. UDF ജയിക്കുള്ളൂ. അപ്പൊ ഈ സുരേഷ് ഗോപിയൊക്കെ തൃശ്ശൂർ നിൽക്കുന്നതുകൊണ്ട് മുരളീധരൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, ഗുണം ചെയ്യുള്ളൂ മുരളീധരന്. സുരേഷ് ഗോപി സുനിൽകുമാറും മൂന്നാം സ്ഥാനത്ത് വരുള്ളൂ. സുരേഷ് ഗോപി ഈ പത്മജ വേണുഗോപാല് BJP-ക്ക് പോയത് ഏതെങ്കിലും രീതിയിൽ ഇല്ലില്ല, അത് മുരളീധരന് ഗുണം ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കേന്ദ്രത്തില് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതാണ് ചേട്ടൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവിടെ മുരളീധരൻ ജയിക്കും. ഈ തവണ തൃശ്ശൂർ ആരെടുക്കും? സുരേഷ് ഗോപി. എന്തുകൊണ്ടത്? അതവൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതായതുകൊണ്ട് അവൻ ജയിക്കാണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജയിച്ചാൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. ഈ സുനിൽകുമാറിനൊക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇവിടെ? സുനിൽകുമാറിന് ഈ പ്രാവശ്യം സാധ്യത. എന്നാലും നേരിട്ട് അവർ സുരേഷ് ഗോപി ഇവരാണ് ഏറ്റവും മുട്ടാൻ പോണത്. കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോകും. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് സാധ്യത. സുരേഷ് ഗോപി ജയിക്കണം. BJP തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. അതെ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ശരിക്കും BJP വരും. ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തന മേഖല അനുസരിച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും തട്ടിപ്പാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വരും. സുരേഷ് ഗോപിക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വകുപ്പുള്ളത്. ശരിക്ക് മുരളീധരന് ഒരു സാധ്യതയില്ല. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 3ാം സ്ഥാനത്തേക്ക് പോകും. പിന്നെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഇവർ ജനങ്ങളെ ശരിക്കും പറ്റിക്കുകയാണ്. ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് കോൺഗ്രസ് കൂടിയിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങളെ കൊള്ളടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പോക്കറ്റ് വീർപ്പിക്കണം. ജനങ്ങളുടെ പോക്കറ്റിലേക്ക് 10 രൂപ പറഞ്ഞ് ജനങ്ങളെ സഹായിക്കണം എന്നൊരു ചിന്താഗതി ഒരാൾക്കുമില്ല. ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇല്ല, കൂടെ നിൽക്കുന്ന കോൺഗ്രസിനും ഇല്ല. ഒരു തട്ടിപ്പ് മാത്രമാണ് കോൺഗ്രസ് ഭരണവും കോൺഗ്രസും ഈ ഇടതുപക്ഷം ചെയ്യുന്നത്. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും.
നല്ലൊരു മാറ്റം വരണം. വന്നാലാണ് ഇന്നത്തെ മോദി ഗവൺമെൻറ് ഇറക്കാൻ ഇവരെങ്ങനെ കൂടി നടന്നാലും മോദി ഗവൺമെൻറ് ഇറക്കാൻ ഒരു കാരണവശാലും നടക്കില്ല. ഇന്ത്യ മോദി തന്നെ ഭരിക്കും. മോദികളെ ഭരിക്കാൻ ഇന്നൊരു പാർട്ടിക്കും നടക്കില്ല. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.